വോട്ട് ശതമാന കണക്കുകളൊക്കെ കാണിച്ച് CPM-നും CPI-ക്കും ഇടതുമുന്നണിക്ക് ഒന്നടങ്കം അവകാശപ്പെടാം. പക്ഷേ ശതമാന കണക്കുകളെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ പാർട്ടി കോട്ടകളിലുണ്ടായ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് കണ്ണൂരിൽ ധർമ്മടത്ത് പിണറായി വിജയൻ എന്ന CPM-ന്റെ ഏറ്റവും ശക്തനായ നേതാവ് ധർമ്മടം പോലെ CPM-ന്റെ ഉറച്ച കോട്ടയിൽ 6 റൗണ്ട് പിന്നിൽ പോകുന്നു. അത് സംസ്ഥാനതലത്തിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാവൊന്നുമല്ല. അവിടെ പ്രാദേശികമായി മാത്രം അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ പരാധീനതകളും പരിമിതികളും ഒക്കെ പറഞ്ഞതാണ്. പ്രധാനപ്പെട്ട ഒരു നേതാവ് പോലും അവിടെ പ്രചരണത്തിന് UDF-ന് വേണ്ടി വന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞ് അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അവിടെയാണ് പിണറായി വിജയൻ എന്ന ഏറ്റവും ശക്തനായ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിമാരൊരാൾ കൂടിയായി അറിയപ്പെടുന്ന പിണറായി വിജയൻ CPM കോട്ടയിൽ പിന്നോട്ട് പോയത്. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു. 20,000 അടുത്ത് ഭൂരിപക്ഷം ജയിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ 30,000 കഴിഞ്ഞ തവണത്തെ 1,00,000 ഭൂരിപക്ഷം പരിശോധിക്കുമ്പോൾ വീണ്ടും 30,000-ന്റെ കുറവുണ്ട് പിണറായിക്ക് തന്നെ. തളിപ്പറമ്പ് CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. സംസ്ഥാന സെക്രട്ടറി നിലവിൽ MLA ആയിരുന്ന മണ്ഡലമാണ്. പരമ്പരാഗതമായി CPM എപ്പോഴും ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. ഒരു എതിർ കൊടുങ്കാറ്റുകളിലും ഇളകാത്ത അത്ര ശക്തമായ കോട്ടയാണ്. അവിടെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ കൂടിയായ PK ശ്യാമള പാർട്ടി വിമതനു മുന്നിൽ, അതും ദിവസങ്ങൾക്ക് മുമ്പ് വരെ CPM-ന്റെ കണ്ണൂരിലെ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഒരു നേതാവിന് മുന്നിൽ അടിയറവ് പറഞ്ഞത്, അതും വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടത്. ശ്യാമളയുടെ സ്ഥാനാർത്ഥം വന്നതുകൊണ്ട് തന്നെയാണ് അവിടെ വിമത സ്ഥാനാർത്ഥിയായി ഗോവിന്ദൻ വരാനും കാരണം. അങ്ങനെ ഈ 2 മണ്ഡലങ്ങൾ, പയ്യന്നൂർ CPM-ന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം, ഒരിക്കലും തോറ്റിട്ടില്ലാത്ത പയ്യന്നൂർ എന്ന മണ്ഡലം, അവിടെ 1,00,000 ഭൂരിപക്ഷത്തിലാണ് TI മധുസൂദൻ കഴിഞ്ഞ തവണ 2021 ജയിച്ചു കയറിയത്. രക്തസാക്ഷി ഫണ്ട് ആരോപണം ഉയർന്ന നാട്, രക്തസാക്ഷികളുടെ നാട്, അവിടെയും CPM അടിമതറിയിരിക്കുന്നു. ആ സീറ്റും ഒരു വിമതനും ഒരു ജില്ലാ കമ്മിറ്റി അംഗം മാത്രമായിരുന്ന കുഞ്ഞികൃഷ്ണന് മുന്നിൽ CPM-ന് അടിയറ പറയേണ്ടി വരുന്നു. അതും വിമത സ്ഥാനാർത്ഥികൾ അവിടെ വിജയിച്ചു വരുന്നു. ഇനിയുമുണ്ട് കണക്കുകൾ. തൃക്കരിപ്പൂരിൽ മലപ്പുറത്തു നിന്ന് വന്ന സന്ദീപ് വാര്യർ, BJP നേതാവ്, പിന്നീട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ അവിടെ CPM-ന്റെ പ്രധാനപ്പെട്ട ജില്ലാ സെക്രട്ടറി അംഗത്തെ VP മുസ്തഫയെ അട്ടിമറിച്ച് തൃക്കരിപ്പൂർ പോലൊരു മണ്ഡലത്തിൽ ജയിച്ചു വരുന്നു. എതിർ കൊടുങ്കാറ്റിലും ഏത് തരംഗത്തിലും നഷ്ടപ്പെടില്ലെന്ന് CPM കരുതിയിരുന്ന മണ്ഡലമാണ് ഉദുമ. പ്രത്യേകിച്ച് CH കുഞ്ഞമ്പുവിൻ്റെ സാന്നിധ്യം, ജനകീയനായ നേതാവ്, അവിടെ CPM പരാജയപ്പെടുന്നു.